ഈ സംഭവത്തിൽ നിന്ന് നമ്മുടെ പ്രസംഗം തുടങ്ങുകയാണ്. ഞാൻ 2 മണിക്കൂർ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി പോയാൽ നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വിഷയങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ്. കുറേ ബഹളം കേട്ട് ബേജാറായിട്ട് പോയിട്ട് കാര്യമില്ല. എന്താണ് പരിഹാരം അത് മനസ്സിലാക്കിയിട്ട് പോയാൽ കാര്യമുണ്ട്. കുറേ വാല് കേട്ട് എന്തേ കേട്ടു, കുറേ പരലോകം ഓർത്ത് ബേജാറായി പോയി. എന്നിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ ഒരു മാമാങ്കം നടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലതുപോലെ ഇവിടെ നിന്ന് പിരിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ, സന്തോഷം കിട്ടണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നിസ്കാരം. വീട്ടിൽ ഒരുത്തം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് ബറക്കത്ത് എടുത്ത് കളയപ്പെടുകയാണ്. നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും വരാറുണ്ട്. നമ്മൾ നാട്ടുകാരോട് മുഴുവനും പരാതി പറയും. നമ്മൾ അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ പരാതി പറയാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ ഫസിയ ഇലാ സ്വലാഹ്. ഹബീബായ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാ, വേദന വന്നാ, ഫസിയ ഇലാ സ്വലാഹ്, നബി തങ്ങൾ ആദ്യം ചെയ്യുന്ന പണി അത് നമസ്കാരമായിരുന്നു. അത് നമസ്കാരമായിരുന്നു എന്ന് ഹബീബായ തങ്ങളുടെ സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. നബി തങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ ആദ്യം ചെയ്യുന്ന പണി നമസ്കാരമാണ്. ബദ്ർ യുദ്ധത്തിന്റെ തലേ ദിവസമാണ്. നാളെയാണ് ബദ്ർ യുദ്ധം നടക്കാനിരിക്കുന്നത്. ബദ്ർ യുദ്ധത്തിന്റെ തലേ ദിവസം ഹബീബായ തങ്ങളും സ്വഹാബത്തും യുദ്ധഭൂമികയിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ തങ്ങളും സ്വഹാബത്തും യുദ്ധഭൂമികയിലെത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അലിയാർ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നബിയെ, ഞങ്ങളൊന്ന് പോയിട്ട് ഇച്ചിരി കിടന്നുറങ്ങട്ടെ, ഞങ്ങളൊരൽപ്പം കിടന്നുറങ്ങട്ടെ. യാ റസൂലല്ലാഹ്, നബിയേ, നാളെയല്ലേ യുദ്ധം നടക്കാനിരിക്കുന്നത്, ഞങ്ങളൊന്ന് പോയിട്ട് കിടന്നുറങ്ങട്ടെ, ഞങ്ങളൊന്ന് പോയി കിടന്നുറങ്ങട്ടെ, ഒരൽപ്പം വിശ്രമിച്ചോട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളൊന്ന് ഇത്തിരി പോയിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. നബി തങ്ങൾ സമ്മതം കൊടുത്തു. ഈ ഓപ്പറേറ്റർ എവിടെ? നബി തങ്ങൾ സമ്മതം കൊടുത്തു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കുകയാണ്. അലിയാർ തങ്ങളും ബാക്കി സ്വഹാബത്തും കിടന്നുറങ്ങാൻ പോവുകയാണ്. എല്ലാരും കിടന്നുറങ്ങാൻ പോയി. പാതിരാവിന്റെ സമയം വന്നു. സുബ്ഹാനല്ലാഹ്, മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, അർദ്ധരാത്രി സമയം കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഞാനൊന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. അർദ്ധരാത്രി സമയമായപ്പോ ഞാനൊന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ എഴുന്നേറ്റു എന്റെ ടെന്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. പരിസരങ്ങളെല്ലാം നിരീക്ഷിക്കുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. സ്വഹാബികൾ എല്ലാവരും അവിടെ ഉറങ്ങുകയാണ്. സ്വഹാബികൾ കിടന്നുറങ്ങാൻ. ഓപ്പറേറ്റർ ഒന്ന് തുറക്കി സൗണ്ട്. സ്വഹാബികൾ എല്ലാവരും കിടന്നുറങ്ങാൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ താഴെ കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ കരയാൻ. അലിയാർ തങ്ങൾ പറയുന്നു, ഞാൻ എട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ പരിസരത്ത് മുഴുവനും സ്വഹാബികൾ മുഴുവനും ഉറങ്ങുമ്പോ ഒരാള് മാത്രം ഒരു മരത്തിന്റെ താഴെ കിടന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. യുസല്ലി തഹ്ത ശജറ വയബ്കി
ബുകാൻ കസീറാ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഒരു മരത്തിന്റെ താഴെ കിടന്നിട്ട് കരയുകയാണ്. മിഡ് ഫ്രീക്വൻസി കുറയ്ക്കും, മിഡ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരത്തിന്റെ താഴെ കിടന്നിട്ട് കരയുകയാണ്. യുസല്ലി തഹത ശജറാ വയബ്കി ബുകാഅൻ കസീറാ. വോളിയം കൂട്ടി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്, സുജൂദിൽ കിടന്നിട്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നേരെ ചെന്നു. നോക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്താതെ ഇങ്ങനെ നമസ്കരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ അങ്ങ് സലാം വീട്ടുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത്? ഒരല്പം ഒന്ന് പോയി കിടന്നുറങ്ങിക്കൂടെ? പാതിരാവിന്റെ സമയത്ത് എല്ലാ സ്വഹാബത്തും കിടന്നുറങ്ങുമ്പോ അങ്ങൊറ്റക്ക് എന്തിനാണ് വന്നിട്ട് നമസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, സമാധാനമില്ല അലിയേ, സമാധാനമില്ല അലിയേ, സമാധാനം കിട്ടാ അതിനാണ് ഇവിടെ വന്നിട്ട് നമസ്കരിക്കുന്നത്. സമാധാനം വേണോ? സന്തോഷ ജീവിതം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഏതാ? അസ്വലാ. സമാധാനത്തിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം നിസ്കാരം. അത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്തിട്ട് കാര്യമില്ല, ബറക്കത്ത് ഉണ്ടാവില്ല, പൈസ എങ്ങോട്ട് പോയി എന്നൊരു പിടുത്തമില്ല. ഉസ്താദേ, വലിയ വിഷമാണ് അത് വന്ന് പറയുന്ന അന്ന് രാവിലത്തെ സുബഹി നിസ്കാരം 8 മണിക്കാണ് നിസ്കരിച്ചത്. പിന്നെ ഉസ്താദിനോട് ദുആ ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹു ചെയ്യാൻ പറഞ്ഞ് പണിയെടുക്കാതെ നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യം ഖബൂലിയത്ത് ഉണ്ടാകൂല എന്നാണ്. ഫർളായ കാര്യങ്ങൾ ചെയ്യാത്ത ഒരുത്തന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. അത് സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കരിക്കാത്തവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നിസ്കരിക്കാത്ത ഒരാളാണ്, അവന്റെ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുകയില്ല. അതുകൊണ്ട് നിസ്കാരമാണ് സമാധാനത്തിന്റെ ഒന്നാമത്തെ മാർഗം. അതില്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. മക്കള് നിസ്കരിച്ചില്ല എങ്കിൽ വാപ്പാന്റെ കച്ചവടത്തിലാണ് ബറക്കത്ത് നഷ്ടമാകുന്നത്. മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബറക്കത്ത് പോവും. വീട്ടിൽ നിന്ന് ബറക്കത്ത് പോവാന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി പോകലല്ല, വീട്ടുടമസ്ഥന്റെ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. റിസ്ക്, ഭക്ഷണത്തിൽ ഒരു ദാരിദ്ര്യം വരും. വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിലെ ഉപ്പ, കുടുംബനാഥൻ, മൂപ്പര ബിസിനസ്സിൽ, മൂപ്പര ജോലിയിൽ പ്രശ്നം വരുമ്പോഴാണ്, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴാണ് വീട്ടിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതിനാണ് വീട്ടിൽ ബറക്കത്ത് നഷ്ടമാകുക എന്ന് പറയുന്നത്. അപ്പൊ മക്കള് സുബഹി നിസ്കാരത്തിന് സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആലോചിക്കുക, ഞാൻ ഈ ഉറങ്ങുന്നത് കാരണം പ്രയാസം അനുഭവിക്കുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ വാപ്പയും ഉമ്മയുമാണ്. മക്കള് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇടങ്ങാറ് വാപ്പാക്കും ഉമ്മാക്കുമാണ്. വാപ്പാനോടും ഉമ്മാനോടും സ്നേഹം ഉണ്ടെങ്കിൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിശ്രമം നടത്തണം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിജ്ഞ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും സമാധാനത്തിന്റെ ഒന്നാമത്തെ വഴി നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകൂല. എന്ത് തന്നെയാണെങ്കിലും നിസ്കാരം വിട്ട് ഒരു കോംപ്രമൈസും ഇല്ല
എന്നൊരു നിയ്യത്ത് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ എല്ലാവരും എടുക്കുക. അതാണ് സമാധാനത്തിൻ്റെ ഒന്നാമത്തെ മാർഗം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. ജോലി ഇല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും. ഇതേപോലെ ജോലി എത്ര കഷ്ടപ്പെട്ടിട്ടും ജോലി കിട്ടാത്ത ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉസ്താദേ, ഒരുപാട് സമയമായി ജോലിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയല്ലോ, മുട്ടാത്ത വാതിലുകളില്ല. അതുകൊണ്ട് ജോലി തരാ. രാജാവിനോടൊന്ന് പറയുവോ? നമ്മുടെ നാട്ടിലെ രാജാവിനോട് കൊട്ടാരത്തിൽ പോയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ? മഹാനായ ഖാലിയ സാബിത്തുൽ ബുനാനി തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, എന്റെ വീട്ടിലെന്നും ദരിദ്രമാണ്, എല്ലാ ദിവസവും പട്ടിണിയാ. അതുകൊണ്ട് ജോലി വേണം തങ്ങളെ, അതിനു പരിഹാരമുണ്ടാകാ. എനിക്കൊരു ജോലി വാങ്ങിത്തരാ. നിങ്ങൾ ഉസ്താദിനോട്, മഹാനായ ഉസ്താദായ സാബിത്ത് തങ്ങളോട് ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് ജോലിയില്ല, ജോലി വാങ്ങിത്തരാ. ഉസ്താദിനോടൊന്ന് പറയുമോ? നാട്ടിലെ പ്രഗത്ഭനായ ഉസ്താദിനോട് വന്ന് പരാതി പറയുന്നു. സാബിത്തുൽ ബുനാനി തങ്ങളാണത്. ഉസ്താദിനോട് പറഞ്ഞത്, ഉസ്താദേ, നിങ്ങൾ രാജാവിനോടാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരനെ വിളിക്കാൻ. അങ്ങനെ സാബിത്തുൽ ബുനാനി തങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് നേരെ രാജകൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് നേരെ കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. എന്താ ഉദ്ദേശം? രാജാവിനോട് പോയിട്ട് പറയണം ഇയാൾക്ക് ജോലിയില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ അറബ് ലോകാണ്. ഓരോ ഇടങ്ങളിലും കുറച്ച് കുറച്ച് വിട്ടിട്ട് പള്ളികൾ ഉണ്ടാകും. മഹാനായ സാബിത്തുൽ ബുനാനി ഈ ചെറുപ്പക്കാരനെ പിടിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പള്ളി കണ്ടാൽ നേരെ ആ പള്ളിയിലേക്ക് കയറും. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പുറത്തിറങ്ങും. എന്നിട്ട് വീണ്ടും നടക്കും. എന്നിട്ട് അടുത്ത പള്ളി കാണുമ്പോൾ അടുത്ത പള്ളിയിലേക്ക് വീണ്ടും കയറും. വീണ്ടും നടക്കും. അങ്ങനെ 3ാമത് പള്ളി കാണുമ്പോൾ അടുത്ത പള്ളിയിലേക്ക് കയറും. ഇങ്ങനെ കുറേ 4 ഇരട്ടി സമയം എടുത്തിട്ടാണ് കൊട്ടാരത്തിലെത്തിയത്. ഈ ചെറുപ്പക്കാരൻ വല്ലാത്തൊരു ദേഷ്യം വന്നു. പടച്ചോനെ, ഇയാളെ കൂടെ പോന്നു കുടുങ്ങിയല്ലോ, ഒരു പള്ളി പോലും ഇയാൾ ഒഴിവാക്കുന്നില്ല. സകല പള്ളിയിലേക്കും കയറുകയാണ്. എല്ലാ പള്ളിയിലും കയറുന്നു, നിസ്കരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഉസ്താദ് വരുന്നു, പിന്നെയും നടക്കുന്നു. അടുത്ത പള്ളി കണ്ടാൽ വീണ്ടും കയറും. അങ്ങനെ കൊട്ടാരത്തിലെത്തി അവസാനം ഒരു പള്ളി പോലും ഉസ്താദ് വിട്ടില്ല. എല്ലാ പള്ളിയിലും കയറി നിസ്കാരം, സുന്നത്ത് നിസ്കാരം. അവസാനം കുറേ നേരം കഴിഞ്ഞിട്ട് കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറഞ്ഞു, മഹാരാജ, ഇതെന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്, ഇദ്ദേഹത്തിന് ജോലി വേണം. ഇമാമിയങ്ങൾ പറയാണ്, സാബിത്തുൽ ബുനാനി തങ്ങൾ രാജാവിനോട് പറഞ്ഞ സ്പോട്ടിൽ രാജാവ് എന്ത് ചെയ്തു? ജോലി ശരിയാക്കി കൊടുത്തു. രാജാവിനോട് പറഞ്ഞ സ്പോട്ടിൽ തന്നെ കൊട്ടാരത്തിൽ നിന്ന് ജോലി ശരിയായി. അങ്ങനെ ജോലി ശരിയായി മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹും ഈ ചെറുപ്പക്കാരനും പുറത്തേക്ക് വന്നു. അപ്പോ കൊട്ടാരത്ത് തന്നെയാണ് ജോലി കിട്ടിയത്. അങ്ങോട്ട് ജോലിക്ക് അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പോകണം. പിന്നെ തിരിച്ച് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ നടക്കുന്നത്. തിരിച്ച് വീട്ടിൽ പോരുമ്പോൾ ഉസ്താദ് സാബിത്ത് തങ്ങൾ ചോദിച്ചു, അതേ, ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ എല്ലാ പള്ളിയിലും കയറിയിട്ട് നിസ്കരിച്ചിരുന്നു. അത് നിനക്കല്പം വേദനയായോ, വിഷമായോ, എന്തെങ്കിലും പ്രശ്നം വന്നോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ ഉസ്താദേ, എനിക്കൊരല്പം വേദന, ഒരു ദേഷ്യം വന്നു. കാരണം നിങ്ങൾ ഒരു പള്ളി പോലും ഒഴിവാക്കുന്നില്ല. പള്ളി കണ്ടാൽ നിങ്ങൾ പള്ളിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊരല്പം സങ്കടമൊക്കെ വന്നിരുന്നു, ദേഷ്യം വന്നിരുന്നു. ആ സമയത്ത് സാബിത്തുൽ ബുനാനി തങ്ങൾ പറഞ്ഞു, എടാ മോനെ, ഞാൻ ഓരോ പള്ളി കാണുമ്പോഴും ആ പള്ളിക്കകത്തേക്ക് കയറിയിട്ട് ചെയ്തത് 2 റക്അത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാ. അതേതാന്നറിയുമോ? പടച്ചവനെ,
എന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരുന്ന ഈ ചെറുപ്പക്കാരന് നീ ജോലി നൽകണേ അല്ലാ, നീ ജോലി എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ, ഈ ജോലി എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇതാണ് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പള്ളിയിലും കയറി ഞാൻ ദുആ ചെയ്തത് നിനക്ക് വേണ്ടി ജോലി കിട്ടാൻ വേണ്ടിയാണ്. ജോലിക്ക് ബറക്കത്ത് വേണോ, അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം നിസ്കാരാണ്. ജോലി ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ആദ്യം ആലോചിക്കേണ്ടത് ഇന്നത്തെ സുബിയെങ്കിലും ഖളാഇന്റെ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടോ, അതൊന്ന് ആലോചിച്ച് നോക്കാം. അത് ആദ്യം ശരിയാക്കിയിട്ട് കടന്ന് ഓടിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ സാലറി കിട്ടും, 4 ദിവസം കൊണ്ട് അത് തീർന്നു പോകും. അടുത്ത 10 ദിവസം എങ്ങനെ ജീവിക്കുമോ? ആളോട് കടം ചോദിക്കുകയാണ്. സമ്പത്തിൽ ബറക്കത്തില്ല, അതിന്റെ പരിഹാരം നിസ്കാരാണ്. യാ റസൂലല്ലാഹ്, നബിയേ, യാ ഹബീബല്ലാഹ്, മുത്തുനബിയേ, ഞാൻ സമ്പത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടയാളാ. ഒരുപാട് പണമുണ്ടായിരുന്നു, ഇന്ന് എന്റെ കയ്യിൽ പണം നിൽക്കുന്നില്ല. യാ റസൂലല്ലാഹ്, സമ്പത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. പരിഹാരം എന്താണ്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിഹാരമുണ്ട്, നിസ്കാരമാണ് പരിഹാരം. ജോലിയിൽ പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, പരാധീനത, ആലോചിക്കുക, ഞാൻ നിസ്കാരം ഖളാക്കാറുണ്ടോ? മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടങ്ങേറ് വാപ്പയും അനുഭവിക്കേണ്ടി വരുന്നു. കാരണം വീട്ടിൽ ബറക്കത്ത് നഷ്ടമാവും. വീട്ടിൽ നിസ്കാരം നടന്നില്ലെങ്കിൽ വീട്ടിൽ ബറക്കത്ത് നഷ്ടാകുക എന്ന് പറഞ്ഞാൽ വീട്ടുടമസ്ഥന്റെ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ അർത്ഥം. അതുകൊണ്ട് ഒന്നാമത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു, മനസ്സമാധാനം വേണോ? ഒന്നാമത്തെ ഘടകം നിസ്കാരാണ്. അതില്ല സമാധാനം കിട്ടൂല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും സമാധാനം കണ്ടെത്തുന്നത് അത് 3 വിഷയങ്ങളിലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് അത് 3 കാര്യമാണ്. ഓപ്പറേറ്റർ എവിടെ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 3 വിഷയങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഭൂമിയിൽ 3 എണ്ണമാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. എല്ലാ സ്വഹാബിമാരും ഇരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, സ്വഹാബാ, ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളില് ഒന്നാമത്തെ വിഷയം ഏതാണെന്നറിയോ? അത്വീബ്, അത് സുഗന്ധമാണ്. രണ്ടാമത്തത് നിസാ, എന്റെ ഭാര്യമാരാണ്. അത്വീബ് വന്നിസാ, എന്റെ ഭാര്യമാരാണ്. മൂന്നാമത്തത് വഖുർറതു ഐനി ഫിസ്സലാഹ്, നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തിയാണ്, കൺകുളിർമയാണ്. വഖുർറതു ഐനി ഫിസ്സലാഹ്. തുറക്കാൻ പറ സൗണ്ട്. വഖുർറതു ഐനി ഫിസ്സലാഹ്, സ്കാരം നടത്തുമ്പോഴുണ്ടാകുന്ന കൺകുളിർമയാണ്. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യം. അതിൽ നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം. അല്ലാഹു നമ്മൾക്കത് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ റബ്ബേ. അപ്പോ 4 വിഷയം നമ്മൾ പറയുന്നു സമാധാനം കിട്ടാൻ. അതിലൊന്ന് നിസ്കാരം. ഒന്ന് നിസ്കാരം. അതെല്ലാവരും പ്രതിജ്ഞ എടുക്കാം. ഇനി രണ്ടാമത്തതിലേക്ക് കിടക്കുകയാണ്. ഒരു അഅറാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരോട് അഅറാബിയായ ചെറുപ്പക്കാരനെന്ന് പറയുകയാണ്, നബിയേ, ഞാനൊരു ദരിദ്രവാസിയാണ് നബിയേ, ഞാനൊരു ദരിദ്രവാസിയാണ്.
നമ്മളെ സുഹൃത്ത് ഫാരിസ് ബബുനോൻ വരുന്നുണ്ട് അല്ലേ, സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം കോഴിക്കോട് നിന്ന് മലപ്പുറത്തു നിന്നെങ്ങാണ്ട് പുറപ്പെട്ടതാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഇൽമിലൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. ഈ പരിസരത്ത് എവിടെയോ ഉള്ള ഒരു ദർസിലാണ് അദ്ദേഹം പഠിച്ചതൊക്കെ വളർന്നതൊക്കെ. ഇന്ന് വടക്കൻ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു മതപ്രഭാഷകനായിട്ട് വളർന്നിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അദ്ദേഹത്തിൻ്റെ തുടക്കമൊക്കെ ഈ കൊല്ലം ജില്ലയിലാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാ. അല്ല അമീൻ, അമീനൊക്കെയാണ് അദ്ദേഹത്തിന് ഒരുപാട് വേദികളൊക്കെ കൊടുത്ത് മാഷാ അല്ലാഹ്. ഇന്ന ഭാഗത്തൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും പരിപാടികളൊക്കെയാണ്. അപ്പം അദ്ദേഹത്തിന് പഠിക്കാനുള്ള സൗകര്യം, ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്ത് നാട്ടുകാർക്കൊക്കെ അഭിമാനിക്കാം അല്ലേ. നമ്മൾ കാരണം ഒരു മുതഅല്ലിമെങ്കിലും വളർന്ന് ഒരാളെങ്കിലും ദീന് കേട്ട് പഠിച്ച് വളർന്നാൽ അതിൻ്റെ കൂൽ നമ്മുടെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഖബറിലേക്കാണ്, നമ്മുടെ ഖബറിലേക്കാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പഠനത്തിലും ഇൽമിലും വഅളിലും ദഅവി പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒന്നാമത്തെ വിഷയം പറഞ്ഞു. ഇനി രണ്ടാമത്തത്, ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാനൊരു ദരിദ്രവാസിയാണ്, എൻ്റെ കയ്യിൽ പൈസയില്ല, പൈസ ഉണ്ടാകാൻ ദ്വാരക്കണം. ഉസ്താദുമാരോടൊക്കെ ആളുകൾ 90% പറയുന്ന കാര്യം അതാണ്. ഉസ്താദെ, ആഖിറത്ത് രക്ഷപ്പെടാൻ ദ്വാരക്കണമെന്ന് പറയൽ കുറവാണ്. ആകെ പരാതി പറയൽ എന്താണ്? ഉസ്താദ്, എനിക്ക് അസുഖമാണ്, എനിക്ക് അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടത്തിലാണ്, വീടില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ദ്വാരക്കാൻ പൊതുവെ പറയൽ കുറവാണ്. ഇതേപോലെ തന്നെ അഅറാബി അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ സാമ്പത്തികമായി വലിയ പരാധീനതയിലാണ്, പൈസ അല്ല കയ്യിൽ, എന്താണ് ചെയ്യേണ്ടത്? സമ്പത്ത് കൂടാ എന്താണ് ചെയ്യേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅറാബിനോട് ചോദിക്കുകയാണ്, മോനെ, നിനക്കൊരു വീടുണ്ടോടാ? അഅറാബി പറഞ്ഞു, നബിയേ, എനിക്ക് വീടുണ്ട് നബിയേ. രണ്ടാമതായി പ്രവാചകന് ചോദിക്കുകയാണ്, നിനക്ക് ഒരു വാഹനം അല്ലാഹു തന്നിട്ടുണ്ടോ? നിനക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം. ഉണ്ട്. നിനക്ക് വാഹനമുണ്ടോ? ഉണ്ട്, എനിക്കൊരു വാഹനമുണ്ട്. മൂന്നാമതായി ചോദിച്ചു, നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടോ? സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടോ? അഅറാബി പറഞ്ഞു, നബി, അനുസരണശീലമുള്ള ഒരു ഭാര്യയും എനിക്കുണ്ട്. ഇത് മൂന്നുണ്ട് എന്ന് പറഞ്ഞു. അഅറാബിന്റെ പരാതി എന്താ? ഞാൻ പൈസ ഇല്ലാത്ത ദരിദ്രവാസിയാണ്, എനിക്ക് പൈസ ഉണ്ടാകാൻ ദ്വാരക്കണോന്നാണ്. നബി തങ്ങൾ തിരിച്ചു 3 കാര്യം ചോദിച്ചു. ഭാര്യ ഉണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു ആ അഅറാബിയോട്, ദുനിയാവിലെ സമ്പന്നൻ നീയാ. സ്വഹാബികളോട് എല്ലാവരോടും അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ്, സ്വഹാബാ, 3 കാര്യം ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് കൂട്ട്, തൊണ്ട പ്രശ്നം വരുന്നു. 3 കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവന് ദുനിയാവ് കിട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് ദുനിയാവ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് നബി തങ്ങൾ പറയാണ്, ഒരു വീടാണ്, 2 വാഹനമാണ്, 3 സ്വാലിഹത്തായ ഭാര്യയാണ്. ഇത് 3 ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. 3 ഉണ്ടെങ്കിൽ ദുനിയാവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അഅറാബിയുണ്ട്, കുറെ സ്വഹാബത്തൊക്കെ ഉണ്ട്. എല്ലാവരോടും കൂടി സമാധാനം കിട്ടാൻ വീടും കാറും ഒക്കെ ഉണ്ട്, വാഹനമുണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്, എന്നിട്ട് റാഹത്ത് കിട്ടുന്നില്ല, സമാധാനമല്ല, ടെൻഷനാണ്. അതിനെന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്നു, സ്വഹാബാ, അല്ലാഹു എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു എന്താണോ തന്നിട്ടുള്ളത് അതിൽ നിങ്ങൾ തൃപ്തിയോടുകൂടി ജീവിക്കണേ. അല്ലാഹ് എന്താണ് തന്നത് അതിൽ തൃപ്തിയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സമാധാനം തരും. അപ്പൊ സമാധാനവും ഹാപ്പിനെസ്സും ഉണ്ടാവാൻ രണ്ടാമത് റസൂൽ പഠിപ്പിച്ച കാര്യമാണ്
അല്ലാഹ് എന്താണോ തന്നത് അൽഹംദുലില്ലാ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കൽബിലൊക്കെ ഒരു സമാധാനം കിട്ടണം. അതിനാണ് ഈ വാദം. പേടിച്ച് ബേജാറായി നിറോളിച്ച് ഇവിടുന്ന് പോവാന്നുള്ളതല്ല. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബേജാറിന്റെ കാര്യമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതിനോടൊപ്പം റജ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ശുഭപ്രതീക്ഷ, ഒപ്റ്റിമിസം. അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ധാരണ. അതേസമയം അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഭയം. അതിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ വെറും ബേജാറ്, നീ നരകത്തിൽ, അവൻ എന്തായാലും നരകത്തിൽ, നീ എന്തായാലും നരകത്തിൽ, ഓളോ ഉറപ്പ് നരകത്തിൽ, ഇങ്ങനെ എല്ലാവരെയും നരകത്തേക്ക് പാഴ്സൽ ചെയ്യുന്ന ഒരു സംഭവമല്ല. പ്രതിസന്ധികൾ, പരാജയങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ മനുഷ്യരിൽ ഉണ്ടാകും. എന്ത് പരിഹാരം, എന്താണ് അവർക്ക് സൊല്യൂഷൻ, ഇത് പഠിപ്പിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു വിടുന്ന ഒരു മതമാണെന്ത് വിശുദ്ധ ഇസ്ലാം. അല്ലാതെ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കി ബേജാറാക്കി പോകുന്നതല്ല. മതത്തോടുള്ള വെറുപ്പല്ല നമ്മളെ കൽബിലേക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു എനിക്ക് പുറത്തു തരും, ഞാൻ ഇനി നന്നാവുകയാണ്, ഈ ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ഞാനൊക്കെ പോയി, എൻ്റെ കാര്യം കഷ്ടമാണ്, ഞാൻ പണ്ട് മുതലേ എങ്ങനെയാണ്, എനിക്കൊന്നും അള്ളാഹു പുറത്തുതരാൻ പോകുന്നില്ല, കുറച്ച് വെള്ളയിട്ട് മുലിയാമാർ നല്ല മനുഷ്യന്മാർ, ബാക്കിയൊക്കെ മോശം, ഇങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. മനുഷ്യന്മാരൊക്കെ അള്ളാന്റെ അടുക്കൽ വെള്ളട്ടാലും ഇല്ലാത്ത ആളെങ്കിലൊക്കെ കൽബിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാന്റെ മുമ്പിൽ വില ഉള്ളൂ. അത് നാടനാണെങ്കിലും മൂലിയാരാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ വെള്ളട്ടോ സ്വർഗത്തിൽ, പിന്നെ എന്തായാലും നരകത്തിൽ. ഓൻ പേൻ്റൊക്കെ ഇങ്ങനെ ചെത്തിയിട്ടാണ് നടക്കുന്നത്, ബൈക്കിലൊക്കെ ഇങ്ങനെ പറക്കുന്ന ആളാണ്, ഓനൊക്കെ നരകത്തിൻ്റെ പാർട്ടിന്ന് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനത്തെ ഒരു എന്താ ഡിവിഷൻ ഒന്നും പരിശുദ്ധ ഇസ്ലാമിലില്ല. യാ റസൂലല്ലാഹ് നബിയേ, അല്ലാഹുവിന്റെ മുന്നില് ഏറ്റവും വലിയ മാന്യനായ ആളുകൾ ആരാ? യാ റസൂലല്ലാഹ്, ആരാണ് മാന്യനായ ആളുകൾ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, ഇന്നകുറമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആരാണോ തഖ്വയുള്ളവർ, ആർക്കാണോ ഈമാനുണ്ടോ, അവൻ വെള്ളയും ഇട്ടവനാവട്ടെ അല്ലാത്തവനാകട്ടെ, ഖൽബിന്റെ ഉള്ളിൽ ഈമാനുണ്ടോ, അവനാണ് അള്ളാന്റെ അടുക്കൽ വിലയുണ്ടോ. ബാക്കിയുള്ളവർക്കൊന്നും അള്ളാന്റെ അടുക്കൽ വിലയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അപകർഷതാബോധം അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ദീനിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ, നമ്മളൊക്കെ ഔട്ട്, ഇങ്ങനെയല്ല. എല്ലാവരും ദീനിന്റെ ആളുകളാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളാണ്. തിന്മകളൊക്കെ അങ്ങോട്ട് മായ്ച്ചു കളയാനും അത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള കവാടങ്ങൾ അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെയൊക്കെ ഒന്ന് ചിന്തിക്കാം. അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടൊരു നല്ല ധാരണ നമ്മുടെ ഖൽബിലേക്കൊക്കെ പോയി ഉണ്ടാക്കുക. സമാധാനമാണ് വിശുദ്ധ ഇസ്ലാം നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്, പേടിയും ബേജാറും അല്ല. അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ച് ഒരൽപ്പം ഈമാൻ ഖൽബിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചുകൊണ്ട് റസൂൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകളുടെ മനസ്സിൽ ഈമാൻ, പരലോക ചിന്ത എപ്പോഴും നിലനിർത്താൻ വേണ്ടി. അതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുകൊണ്ടൊക്കെയാണ് സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നേരെ തിരിച്ചാണ്, ഇടങ്ങേറും പ്രയാസവും മാത്രം പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് അള്ളാഹിനെ പറ്റി ഒരു തെറ്റായ ധാരണ, അതൊക്കെ ഒന്ന് കൽബൊന്ന് മാറ്റുക. അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാവുക. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ തെറ്റിൻ്റെ പിന്നാലെ പോകണം എന്നല്ലേ ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈ മനസ്സിലാമത്താക്കട്ടെ. അപ്പോൾ രണ്ടാമത് റസൂൽ പഠിപ്പിച്ച സമാധാനം കിട്ടാനുള്ള മാർഗം, അള്ളാഹ് എന്താണോ തന്നത് അൽഹംദുലില്ലാ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇന്നു മുതൽ.